സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൃദയ കൻഷ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഇന്ന് എലക്ഷൻ ഡേ ആണ്. അപ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ് ടു ഗിവ് വോട്ട്. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. സോ അതൊന്നും എൻ്റെ മുടി എടുക്കുന്ന കോലം കണ്ടു. അപ്പോൾ ഗൈസ് അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് റെഡി. സോ ഗൈസ് ഇപ്പോൾ സമയം 7 മണി ആ ഒരു ടൈമാണ്. അപ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്ത സമയമായി ഗൈസ്. അയ്യോ ഞാൻ ഉറക്കപ്പിച്ചേന്ന് എണീറ്റൊന്നും പോലെ ഉണ്ടിട്ട്. ഓക്കെ നമുക്ക് മാറ്റണം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഹമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഞാൻ ഇടാൻ പോകുന്നത്. മേക്കപ്പ് എന്നൊന്നും ഞാൻ പറയുക സേർ ഗൈസ്. ലാ കഴുത്തിൽ ഇടണമെന്നുണ്ട്, പക്ഷേ ഇത് കോളർ ആയതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ കഴുത്തിൽ കിട്ടും. ഓക്കെ ഗൈസ്, വീണ്ടും ഉണ്ട് എനിക്കറിയാം. ഞാൻ എത്ര ഇട്ടാലും എല്ലാം കൊള്ളായിരിക്കും. എന്തുവാ ഇത്? മേക്കപ്പിൻ്റെ ABCD പോലും എനിക്ക് അറിയുന്നില്ല. ഞാൻ എന്ത് കുന്നുവായിട്ട് വെച്ചിരിക്കുന്നു. ഇതെന്ത് വെള്ളം പാണ്ട് കിടക്കും? പാണ്ടല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ എനിക്കോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പൗഡർ ഇടണം. പൗഡർ ഇടണം കണ്ടു. പൗഡർ ഇടാൻ പോവാണ്. ബിഫോർ അപ്ലൈങ് എനിത്തിങ് ടു യുവർ ഫേസ്, ജസ്റ്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ഓക്കെ ഗൈസ് കണ്ടു, എനിക്കൊരു പഫുണ്ട്. പഫ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാനതങ്ങ് എടുത്തു നെയ്സിൽ. കാരണം എന്തിനാണ് ഇവിടുത്തെ കുട്ടികൾക്ക് എഴുതാനാണ്. ആരും എന്നെ കണ്ട് പഠിക്കരുത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ എഴുതുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടു എഴുതാൻ പോലും അറിയത്തില്ല. എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അയ്യോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നന്ദി വൃത്തിയായിട്ട് എഴുതും. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, കണ്ടുപടി അവർ എഴുതുന്ന കണ്ടു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എഴുതാൻ അറിയാത്തത്. ഞാൻ എന്ത് ചെയ്യും? കമ്മലിടുമ്പോൾ മോസ്റ്റ്ലി എനിക്ക് തൂങ്ങുന്ന കമ്മലിടാൻ ഒട്ടും ഇഷ്ടമല്ല. നല്ല കാതുവേദന ഒന്ന് ഓട്ടോമാറ്റിക്കലി തലവേദനയ്ക്കാണ്. സോ കണ്ടോ, സിമ്പിളായിട്ടുള്ള കാണുപോലും ഇല്ല എന്നതാ. സിമ്പിളായിട്ടുള്ള കമ്മലാണ് നമ്മൾ ഇടുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് സിമ്പിളായിട്ട് കമ്മൽ ഇടാൻ ഇഷ്ടമുണ്ട് ഗൈസ്? അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടും ഇങ്ങനത്തെ കമ്മൽ. അതോ എനിക്ക് ഇടാൻ അറിയാനായിട്ടാണോ എന്നും എനിക്ക് അറിയത്തില്ല. കമ്മൽ ഇതിൻ്റെ വേണമെങ്കിൽ കറുപ്പ് മാറ്റിയിട്ട് അങ്ങനെ ഇടാം. എന്തായാലും ഇട്ടില്ലേ? ഇട്ടു. ഓക്കെ, നമുക്ക് അടുത്ത കമ്മലിടണം. കമ്മലൊക്കെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ കമ്മലൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര തിന്നാണ് ഇതിൻ്റെ. എൻ്റെ മുടി കിടക്കുന്ന കോലം കണ്ടോ? കുളിച്ചിട്ട് എത്ര ദിവസമായിട്ട് തോന്നും. ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് സെറ്റായിട്ട് വെച്ചിട്ടായിരുന്നു ഇന്നലെ. പിന്നെ ഇന്ന് കുളിച്ചിട്ടില്ല. ഓക്കെ, സോ അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് മുടി കെട്ടണം. മുടി കെട്ടാനാണ്. നമുക്ക് മുടി കെട്ടാം. ടു മച്ച് നെർവസ്. കാരണം എവിടേക്ക് കുത്തേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അവർ വന്നിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എൻ്റെ കഞ്ഞി ഓട്ടാണ്. അത് ഞാൻ ഭയങ്കര പേടി. എനിക്കറിയില്ല എങ്ങനെയാണ് അവിടെ ഉള്ളൂ. ഞാൻ ഇതുവരെ വോട്ട് ചെയ്യുന്നവരുടെ കൂടെ ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര നെർവസ്. ഈ ചൂണ്ടുവിരലാണ് എന്നാണ് തോന്നുന്നത്. ബിക്കോസ് എല്ലാവരും ഇങ്ങനെയല്ലേ ഫോട്ടോ എടുത്തിരുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ അച്ചുവിൻ്റെ റിയാക്ഷനൊക്കെ അറിയാം.
അച്ചും കിച്ചും എന്ന് വാട്ട് ഡേ എക്സ്പെക്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ദേവർ ബിസി. അപ്പോൾ എനിക്കറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് അവിടെ നിന്ന് അറിയത്തില്ല. കാരണം ഞാൻ വെളുപ്പിന് നോക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര വലിയ പണിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കണം. കുളിച്ചിട്ടില്ല, 2 എണ്ണം കുളിച്ചിട്ടില്ല. അതാണ് ഒരു വീഡിയോ. എനിക്ക് ഫൈനലി ഞാൻ വോട്ട് ചെയ്തിരിക്കുവാണ്. അയ്യോ, ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. കാരണം എനിക്കറിയില്ല എവിടെ നിൽക്കണം, ക്യൂ നിൽക്കണം എന്നറിയാം, പക്ഷെ അത് എവിടെ നിന്നും എനിക്കറിയത്തില്ല. പിന്നെ അവിടെ ചെന്ന് ക്യൂ ഒക്കെ നിന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര മത്സരാർത്ഥികളെ ഉണ്ടാവുള്ളൂ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കുറേ അധികം ചിഹ്നങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ കൂടുതൽ 10 പേരൊക്കെ മറ്റുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 10 പേര് ചിഹ്നങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ വായിച്ചു വിട്ടു. അപ്പോഴത്തേനും എന്നെ വിളിച്ചു. അപ്പോഴത്തേനും ഞാൻ പോയിട്ട് ഞാൻ OT ചെയ്തു ഗൈസ്. ഞാൻ ഇത് കണ്ടോ, ഇതിടാൻ വേണ്ടി ഞാൻ പോയതാണ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉള്ളൂ ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.